അതിര തോളി GVHSSൽ റാഗിങ്ങിനിരയായ +1 കൊമേഴ്സ് വിദ്യാർത്ഥി VHSC 1ാം വർഷ കൊമേഴ്സ് വിദ്യാർത്ഥിയുടെ വീട്ടിലാണ് ഞാനിപ്പോഴുള്ളത്. വളരെ ക്രൂരമായൊരു അക്രമത്തിനാണ് ഈ ഒരു വിദ്യാർത്ഥി വിധേയനായത്. ഇപ്പോഴും ഈ വിദ്യാർത്ഥി നമ്മളോടൊപ്പം ഇപ്പോൾ ഇരിക്കുന്നുണ്ട്. ഞാൻ വിദ്യാർത്ഥിയിലേക്ക് വരാം. അതിനു മുന്നേ നമുക്ക് കാണാൻ കഴിയുന്ന ഇപ്പോൾ ഒരു ഇൻസ്റ്റഗ്രാം ചാറ്റ് കേരള വിഷൻ ന്യൂസ് പുറത്തുവിടുകയാണ്. അതായത് ഈ ഒരു വിദ്യാർത്ഥിയെ ആക്രമിക്കുന്നതിന് മുൻപ് അതിക്രൂരമായ രീതിയിലുള്ള ഭീഷണിപ്പെടുത്തുന്ന ഒരു കാഴ്ച. ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ് തുടങ്ങി, സീനിയർ വിദ്യാർത്ഥികൾ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ് തുടങ്ങി, അതിൽ ജൂനിയർ വിദ്യാർത്ഥികളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരുടെ ഇംഗിതത്തിന് വഴങ്ങാത്ത വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തി ഞങ്ങൾ ചെയ്യാൻ പറയുന്നത് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് അടി വാങ്ങിക്കേണ്ടി വരും, നിങ്ങൾ എവിടെ വെച്ചാലും ഞങ്ങൾ അടിക്കും എന്ന രീതിയിലുള്ള ഭീഷണിയാണ്. ഈ കുട്ടികളൊക്കെ ഗുണ്ടകളായിട്ടാണോ വളരുന്നത് എന്ന് ചോദിക്കേണ്ടുന്ന ഒരു ഗതികേടാണ് ഉള്ളത്. താമരശ്ശേരി ഷഹബാസ് വധത്തിന് സമാനമായൊരു സാഹചര്യം എന്ന് തന്നെ നമുക്ക് പറയാം. ഈ ഒരു വിദ്യാർത്ഥിയെ ക്രൂരമായി ആക്രമിച്ച ആ വിദ്യാർത്ഥികൾ ഈ അക്രമത്തിന് മുൻപ് ആദ്യത്തെ ദിവസം സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ പോയ ദിവസത്തിന്റെ 2ാം നാളാണ് പാട്ട് പാടാൻ നിർബന്ധിക്കുന്നത്. തനിക്ക് പാട്ട് പാടാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ടും പാട്ട് പാടാൻ പറ്റില്ലെങ്കിൽ പരസ്യമായി മാപ്പ് പറയണം, ഇല്ലെങ്കിൽ നിന്നെ കൈകാര്യം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി. പിന്നീട് 10ാം തീയതി വീണ്ടും സ്കൂളിൽ പോയ സമയത്ത്, അന്ന് നമുക്കറിയാം SFIയുടെ പഠിപ്പ് മുടക്കമൊക്കെ ഉണ്ടായിരുന്ന ദിവസമാണ്. ആ ദിവസം സ്കൂളിൽ പോയ സമയത്താണ് വീണ്ടും രണ്ടാമതും ഈ ഒരു ഭീഷണി മുഴക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വീണ്ടും റാഗിങ്ങിന് ഇരയാക്കുന്നു, പാട്ടുപാടാൻ ഭീഷണിപ്പെടുത്തുന്നു, ഡാൻസ് ചെയ്യാൻ ഭീഷണിപ്പെടുത്തുന്നു. എന്നാൽ അത് തനിക്കറിയില്ല എന്ന് പറയുന്ന ഈ വിദ്യാർത്ഥിയോട് നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ക്രൂരമായി മർദ്ദിക്കുകയാണ്. മർദ്ദനത്തിനിടെ വീട് പോയ ഈ വിദ്യാർത്ഥിയെ നെഞ്ചിൽ ചവിട്ടി നിലത്തിട്ട് ചവിട്ടുന്ന ഒരു സാഹചര്യമാണ്. തലയുടെ പിറകിൽ ഉൾപ്പെടെയാണ് ഈ വിദ്യാർത്ഥിക്ക് ക്ഷതം ഏറ്റിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. ആദ്യം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു ചികിത്സ തേടിയത്. കഴിഞ്ഞ ദിവസം വീണ്ടും ഒരു അബോധാവസ്ഥയൊക്കെ ഈ വിദ്യാർത്ഥിക്ക് വന്നതോടുകൂടി അത്തോളിയിലെ സ്വകാര്യ ക്ലിനിക്കിൽ ചികിത്സ തേടി. ഈ വിഷയത്തിൽ അത്തോളി പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. സ്കൂൾ അധികൃതർ ഏറ്റവും പുതിയതായി 5 വിദ്യാർത്ഥികളെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 9 പേർ ചേർന്നാണ് മർദ്ദിച്ചത്. അതിൽ 5 പേരെയാണ് നേരിട്ട് ഈ വിദ്യാർത്ഥിക്ക് പരിചയമുള്ളത്. ഇപ്പോൾ ആ വിദ്യാർത്ഥി കേരള വിഷൻ ന്യൂസിനൊപ്പം ചേരുകയാണ്. റാഗിങ്ങിനിരയായ വിദ്യാർത്ഥി ചേരുകയാണ്. മോനെ, എങ്ങനെയായിരുന്നു? ഒരു അതിക്രൂരമായ രീതിയിലാണല്ലേ മർദ്ദിച്ചത്? ചെന്ന് 2ാം ദിവസം തന്നെ പാട്ടുപാടാൻ പറഞ്ഞ് വിളിച്ചായിരുന്നു. അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ എല്ലാവരും വിളിച്ച് സോറി പറയണമെന്നാണ്. എന്തിനാന്നൊക്കെ ചോദിച്ചപ്പോൾ സോറി പറഞ്ഞിട്ട് പോവുള്ളൂ, അല്ലാണ്ട് എന്നെ ഇവിടുന്ന് വിടൂല. ലാസ്റ്റ് ഞാൻ സോറി പറഞ്ഞ് പോകാം വിടാണ്. പിന്നെ ഒരു എന്തായാലും എടുക്കും, അന്നേരം ബാക്കി കാണിച്ചു തരാമെന്നാണ്. അങ്ങനെയാണ് ഈ വ്യാഴാഴ്ച സ്കൂളിൽ സമയമായിട്ട് വേഗം വിട്ടപ്പോൾ ഒരു കുറേ ആൾ കഴിഞ്ഞു ഗ്രൗണ്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാം. ഒരാളില്ലാത്തത് ഇടയിൽ വെച്ച് നോക്കിയിട്ട് അവർ കൂട്ടിക്കൊണ്ടുപോയി അവിടുന്ന് ഇല്ലായിരുന്നു. ഒന്നിൽ സോറി അറിയാം, ഇല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടെ കൂട്ടം കൂടി അടിക്കുന്ന പണക്ക് കാണാം, അതൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരുത്തുണ്ട്, ഒറ്റ ഉന്തിയതാണ്. ഞാൻ വേറെ ഒരുത്തിന് മേത്ത് പോയപ്പോൾ മേത്തോടുണ്ടെന്നാണ് ഓലെല്ലാവരും കൂടി അടിച്ചു വിട്ടതാണ്. അങ്ങനെ വീണ് പോയപ്പോൾ ചവിട്ടി കൂട്ടി എല്ലാവരും നെഞ്ചിലും തലക്കൊക്കെ ഇട്ട് ചവിട്ടി. ഇവര് അതിനു മുന്നേ തന്നെ ആദ്യത്തെ 2ാമത്തെ ദിവസം അഡ്മിഷന് പോകുന്നു. അന്ന് പാട്ടുപാടാൻ പറയുന്നു. പാട്ടുപാടാൻ അറിയില്ല എന്ന് പറഞ്ഞ് അന്ന് സോറി പറയുന്നു അല്ലേ? അന്ന് സോറി പറഞ്ഞ് വന്നതിന് ശേഷം ഒരു ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിൽ ചേർക്കുന്നു. അതിനകത്ത് വെച്ച് ഭീഷണിപ്പെടുത്തി അല്ലേ? ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു സീനിയേഴ്സ്. അതിൻ്റെ അകത്ത് +1 കുറച്ച് ആൾക്കാരും കൂട്ടി ഇനിയും കൂട്ടി ഞങ്ങൾ എന്തായാലും അടിക്കും, മര്യാദയ്ക്ക് എല്ലാവരും മര്യാദയ്ക്കൊന്നും അറിയില്ലല്ലേ, എല്ലാവരും അടിക്കും ഇതാക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അതിൽ ഫുള്ള് അങ്ങനെ ആരും കയറല്ല ഗ്രൂപ്പിൽ. ഫുള്ള് വീട്ടുകാർ അങ്ങനെ അച്ഛനൊക്കെ വിളിക്കുന്ന തെളിവുണ്ടായതുകൊണ്ട് ആരും ഗ്രൂപ്പ് കയറല്ല. നിങ്ങളെന്താ കയറാത്ത, നിങ്ങൾക്ക് എന്താ പേടിയാണെന്നാന്ന് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഭയമുണ്ടല്ലേ ശരിക്കും? പക്ഷെ പേടിയുണ്ട്. പേടിക്കണ്ട കേട്ടോ, നമ്മളൊക്കെ ഉണ്ടല്ലോ ഇവിടെ, മാധ്യമങ്ങളുണ്ട്, കേരള വിഷൻ ന്യൂസ് അടക്കമുള്ളവരുണ്ട്. കൃത്യമായി തന്നെ നമ്മൾ ഇടപെടും കേട്ടോ. പ്രത്യേകിച്ച് അതിര എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ കുട്ടിയെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷമാണ് പിതാവിനെ നഷ്ടപ്പെട്ടത്. അങ്ങനെ നേരത്തെ മറ്റൊരു സ്ഥലത്തായിരുന്നു, പിന്നീടാണ് ഇപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്തേക്ക് ഇവർക്ക് താമസം മാറേണ്ടി വരുന്നത്. ഇപ്പോൾ മുത്തച്ഛൻ്റെ സംരക്ഷണയിലാണ് ഈ കുട്ടിയും മാതാവും ഒക്കെ കഴിയുന്നത്. അങ്ങനെ ഒരു വളരെ ദുരിതത്തിൽ കഴിയുന്ന ഒരു കുടുംബത്തിലെ കുട്ടിയാണ്. സ്വാഭാവികമായും ആ കുട്ടിയെയാണ് അതിക്രൂരമായ രീതിയിൽ മർദ്ദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സമൂഹ മനസാക്ഷിയെ തന്നെ മരവിപ്പിക്കുന്ന രീതിയിലാണ് ഈ മർദ്ദനം ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ഈ താമരശ്ശേരി
രീതിയിലും ഒക്കെ കണ്ടതിന് സമാനമായ രീതിയിലുള്ള വധശ്രമം എന്ന് തന്നെ പറയാവുന്ന ഒരു സാഹചര്യമാണ്. തലയ്ക്കൊക്കെ ചവിട്ടുക എന്ന് പറയുന്നത് ഒരുപക്ഷെ മരണം പോലും സംഭവിക്കാവുന്ന സാഹചര്യം ഉണ്ടാകുന്ന കാര്യമാണ്. ഇപ്പോഴും ഈ കുട്ടിക്ക് ഭയമാണ്, സ്കൂളിൽ പോകാൻ ഭയമാണ് എന്നുള്ളത് ഈ കുട്ടി പറയുമ്പോൾ കൃത്യമായ സുരക്ഷ ഒരുക്കേണ്ടുന്ന ഉത്തരവാദിത്തം അവിടുത്തെ അത്തോളി GVHSസിലെ അധ്യാപകർക്കുണ്ട്, മറ്റ് PTA കമ്മിറ്റി അടക്കമുണ്ട്. സർക്കാർ സംവിധാനമാണ്, GVHSS ആണ്. ആ സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന ഒരു പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്കാണ് ഇത്തരത്തിൽ ഒരു ദാരുണമായ ഒരു ഭീകരമായ രീതിയിലുള്ള ഒരു മർദ്ദനം, റാഗിങ് നേരിടേണ്ടി വരുന്നത് എന്നുള്ളത് നമ്മുടെ കേരളീയ മനസാക്ഷിയെ ലജ്ജിപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതിന്.